കൂടരഞ്ഞിയിലും കോഴിക്കോട് ബീച്ചിലും വെച്ച് ഇരട്ടക്കൊല നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. താൻ രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിലാണ് ടൗൺ ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. കൂടരഞ്ഞിയിലും വെള്ളയിലുമായി 2 പേരെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, 39 വർഷങ്ങൾക്ക് ശേഷമുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു. ആദ്യം പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ലെങ്കിലും പിന്നീട് ഈ 2 കൊലപാതകങ്ങളും ആ പറഞ്ഞ സമയത്ത് നടന്നു എന്നുള്ളത് കൂടെ കണ്ടെത്തിയത് പോലീസിനെ കുഴക്കിയിരുന്നു. പ്രതിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ പോലീസിലുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിന് ഉപോത്ബലകമായി തെളിവുകൾ കൂടി, അതായത് ഇദ്ദേഹത്തിനെതിരെയുള്ളതല്ല, പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ആ സമയത്ത് അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നതുകൂടി കാരണമായിരിക്കുന്നു. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, എന്താണ് അന്വേഷണ രീതി? ഷബീർ, ജിൽസി സൂചിപ്പിച്ചതുപോലെ മലപ്പുറം വേങ്ങര സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി എന്നയാൾ കഴിഞ്ഞ മാസമാണ് വേങ്ങര പോലീസിൽ കീഴടങ്ങി താൻ ഒരു കൊലപാതകം നടത്തി എന്ന് ആദ്യം വെളിപ്പെടുത്തിയത്. ഇയാൾ 1989-ൽ 86-ൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ വെച്ചാണ് തോട്ടം പണിക്കിടെ ഒരാളെ കൊലപ്പെടുത്തിയത്. തന്റെ 14-ാം വയസ്സിലായിരുന്നു ഈ കൊലപാതകം എന്നതടക്കമായിരുന്നു ഈ വേങ്ങര സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി വേങ്ങര പോലീസിൽ വെളിപ്പെടുത്തിയത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മറ്റൊരു കൊലപാതകം കൂടി താൻ ചെയ്തിട്ടുണ്ട്. അത് കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചാണ്. അത് ഈ 1989-ൽ ആദ്യ കൊലപാതകം നടത്തി 3 വർഷങ്ങൾക്കിപ്പുറം തന്റെ 17-ാം വയസ്സിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുകൂടി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സമയത്ത് അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തി. തിരുവമ്പാടി പോലീസാണ് ആദ്യം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഹമ്മദ് അലിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് വെള്ളയിൽ ബീച്ചിൽ കൊലപാതകം നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ കോഴിക്കോട് നടക്കാവ് പോലീസും മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഈ കേസാണ് ടൗൺ ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുക. 7 പേരടങ്ങുന്ന അന്വേഷണ സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഈ മുഹമ്മദ് അലി പറയുന്ന സമയത്ത് ഈ വെള്ളയിൽ ബീച്ചിൽ വെച്ച് ഒരു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്നത്തെ രേഖകൾ പ്രകാരം അത്തരമൊരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ പത്രമാധ്യമത്തിൽ അത്തരത്തിലുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിക്കേണ്ടതുണ്ട്. അത് കൊലപാതകമാണോ എന്നതടക്കം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികളെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് കൂടി മുഹമ്മദ് അലിയുടെ കുടുംബം പറയുന്നുണ്ട്. അതായത് കൂടരഞ്ഞിയിലുള്ള അദ്ദേഹത്തിന്റെ സഹോദരനാണ് ആ നിലയ്ക്ക് ചില സൂചനകൾ നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടും തിരുവമ്പാടി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. മുഹമ്മദ് അലി മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നതായി ചില സൂചനകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടി വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ജിൽസി, ശരി, ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്.